സാമ്പത്തിക വിപണി അനുദിനം വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിക്ഷേപകർ എല്ലായ്പ്പോഴും കഠിനാധ്വാനം ചെയ്ത് ലഭിച്ച പണം നിക്ഷേപിക്കുന്നതിന് കൂടുതൽ വിശ്വസനീയവും സുരക്ഷിതവുമായ മാർഗങ്ങൾ സ്വീകരിക്കാൻ താൽപര്യപ്പെടുന്നു. എന്നാൽ നിക്ഷേപിക്കാനുള്ള അവസരങ്ങൾ വർദ്ധിക്കുന്നതിനനുസരിച്ച് മികച്ച നിക്ഷേപ മാർഗം തെരഞ്ഞെടുക്കുന്നതിനെക്കുറിച്ച് ആശങ്കയും വർദ്ധിക്കും. നിക്ഷേപം എന്നത് ഇന്നത്തെ കാലത്ത് ഓരോ വ്യക്തികൾക്കും ഉണ്ടായിരിക്കേണ്ട ഒന്നാണ്. എന്നാൽ പലർക്കും നിക്ഷേപത്തെക്കുറിച്ച് പല സംശയങ്ങളുമുണ്ട്. സ്ഥിരമായി നിക്ഷേപിക്കുന്നവർക്കിടയിലും ചില ആശങ്കകളും ആശയക്കുഴപ്പങ്ങളും സംഭവിക്കാറുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഏത് നിക്ഷേപം എപ്പോൾ തെരഞ്ഞെടുക്കുമെന്നത്. വിപണിയിൽ ധാരാളം ഓപ്ഷനുകൾ ഉള്ളതിനാൽ ഒരു മികച്ച ഓപ്ഷൻ വിശ്വസനീയമെന്ന് കരുതി നിക്ഷേപകർ തെരഞ്ഞെടുക്കുന്നു. പിന്നീട് പോർട്ട്ഫോളിയോ വിലയിരുത്തുമ്പോൾ പോർട്ട്ഫോളിയോയിൽ ഉള്ളതിനേക്കാൾ മികച്ച തരത്തിൽ പ്രവർത്തിക്കുന്ന ചില ഓഹരികളും ഫണ്ടുകളും നിക്ഷേപകർ കണ്ടെത്തിയേക്കാം. അപ്പോഴാണ് അബദ്ധം പറ്റിയത് പലരും മനസ്സിലാക്കുന്നത്. അതായത് എടുത്തു ചാടി ഏതെങ്കിലും ഓഫറുകൾ നൽകുന്ന ഓപ്ഷനുകൾ തെരഞ്ഞെടുക്കുന്നതിന് മുൻപ് നിക്ഷേപകർ പരിഗണിക്കേണ്ട ചില ഘടകങ്ങളുണ്ട്. SIPയും പോസ്റ്റ് ഓഫീസും ഇന്ത്യയിലെ രണ്ട് ജനപ്രിയ നിക്ഷേപ ഓപ്ഷനുകളാണ്. ഒന്ന് റിസ്ക് ഫ്രീ റിട്ടേണിനെ സൂചിപ്പിക്കുമ്പോൾ മറ്റൊന്ന് നേരെ മറിച്ചാണ്. കാര്യങ്ങൾ സമ്പാദ്യത്തിലേക്ക് എത്തുമ്പോൾ റിട്ടേൺ ആണ് ഏവർക്കും അറിയേണ്ടത്. റിസ്ക് എടുക്കുമ്പോൾ റിട്ടേൺ കൂടുമെന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. എന്നാൽ നിങ്ങൾ എടുക്കുന്ന റിസ്ക് എത്രമാത്രം അധികം റിട്ടേൺ നൽകുമെന്ന് നിങ്ങൾക്കറിയാമോ? 5 വർഷത്തെ 5000 രൂപയുടെ പ്രതിമാസ നിക്ഷേപം എങ്ങനെ വളരുന്നുവെന്നാണ് പരിശോധിക്കുന്നത്. ഓഹരി വിപണി SIPയും ജനപ്രിയ പോസ്റ്റ് ഓഫീസ് സ്കീമായ റെക്കറിംഗ് ഡെപ്പോസിറ്റും തമ്മിലുള്ള ഒരു താരതമ്യമാണ് നോക്കുന്നത്. ഉറപ്പായ റിട്ടേൺ ആഗ്രഹിക്കുന്നവർക്കുള്ള ഏറ്റവും മികച്ച ഓപ്ഷനാണ് പോസ്റ്റ് ഓഫീസ് RD. ഇവിടെ നിങ്ങളുടെ ഓരോ രൂപയ്ക്കും കേന്ദ്ര സർക്കാരാണ് ഗ്യാരണ്ടി. നിലവിൽ പോസ്റ്റ് ഓഫീസ് RD 6.7% പലിശയാണ് നൽകുന്നത്. ഈ പലിശ ത്രൈമാസമായി കോമ്പൗണ്ട് ചെയ്യുന്നു. നിങ്ങൾ RDയിൽ പ്രതിമാസം 5000 രൂപ വീതം നിക്ഷേപിക്കുന്നുവെന്ന് കരുതുക. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ 5 വർഷത്തെ മൊത്ത നിക്ഷേപം 3 ലക്ഷം രൂപയായിരിക്കും. ഇവിടെ 6.7% പലിശ കണക്കാക്കുമ്പോൾ കാലാവധിയിൽ നിങ്ങളുടെ കയ്യിലെത്തുക 3,56,829 രൂപ. അതായത് റിട്ടേൺ 56,829 രൂപ. ഇനി ഇതേ നിക്ഷേപം ഓഹരി വിപണിയിലെ മ്യൂച്വൽ ഫണ്ടുകളിൽ SIP ആണെങ്കിൽ എങ്ങനെയായിരിക്കുമെന്ന് അറിയാം. 5 വർഷം എന്നത് ഓഹരി വിപണികളെ സംബന്ധിച്ച് ഒരു ഇടത്തരം നിക്ഷേപ ചക്രമാണ്. ചെറിയ തുകകളിൽ നിന്ന് മികച്ചൊരു കോർപ്പസ് സൃഷ്ടിക്കുന്ന മികച്ച നിക്ഷേപ മാർഗമായി SIPയെ കരുതുന്നു. എന്നാൽ ഇവിടെ റിസ്ക് വളരെ കൂടുതലാണ്. 5 വർഷത്തെ കാലയളവിൽ നിങ്ങളുടെ SIP റിട്ടേൺ 10% നിരക്കിൽ വളർന്നുവെന്ന് തീരുമാനിക്കുക. അങ്ങനെയെങ്കിൽ 5 വർഷത്തെ റിട്ടേൺ 87,400 രൂപയാകും. ഇതേ നിക്ഷേപത്തിന് 12% റിട്ടേൺ പരിഗണിച്ചാൽ 1,12,400 രൂപ കിട്ടും. ഇവിടെ ചോയ്സ് നിക്ഷേപകരുടേതാണ്. റിസ്ക് എടുക്കാൻ റെഡിയാണെങ്കിൽ SIP ആണ് ഏറ്റവും നല്ലത്. എന്നാൽ നിങ്ങൾക്ക് റിസ്ക് എടുക്കാനുള്ള ശേഷിയില്ലെങ്കിൽ ഏറ്റവും സുരക്ഷിത ഓപ്ഷൻ പോസ്റ്റ് ഓഫീസ് RD ആണ്. കോമ്പൗണ്ടിങ്ങിന്റെ ശക്തിയാണ് SIPയെ നയിക്കുന്നത്. പക്ഷേ ഇവിടെ റിട്ടേണിന് യാതൊരുവിധ ഗ്യാരണ്ടിയുമില്ല. മുൻകാല ചരിത്രങ്ങളുടെ പിന്തുണ മാത്രമാണ് ഇവിടെയുള്ളത്. ഒരു നിക്ഷേപം തിരഞ്ഞെടുക്കുന്നതിന് മുൻപ് നിക്ഷേപകർ പരിഗണിക്കേണ്ട ഏറ്റവും പ്രധാന ഘടകങ്ങളിൽ ഒന്നാണ് നിക്ഷേപത്തിൽ നിന്നുള്ള വരുമാനം. ചില നിക്ഷേപങ്ങൾ ഫിക്സ്ഡ് ഡെപ്പോസിറ്റുകൾ പോലെ ഒരു നിശ്ചിത വരുമാനം വാഗ്ദാനം ചെയ്യുമ്പോൾ മറ്റു ചിലത് ഓഹരികൾ പോലെയുള്ള വിപണി അടിസ്ഥാനമായ വരുമാനം വാഗ്ദാനം ചെയ്യുന്നു. നിക്ഷേപ ലക്ഷ്യവും അപകട സാധ്യത ഏറ്റെടുക്കാനുള്ള താല്പര്യവും അടിസ്ഥാനമാക്കി വേണം ഒരു നിക്ഷേപകൻ ഒരു നിക്ഷേപം തെരഞ്ഞെടുക്കാൻ. ഒരു നിക്ഷേപം തെരഞ്ഞെടുക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട എല്ലാ അപകട സാധ്യതകളും നിക്ഷേപകർ പരിശോധിക്കേണ്ടതുണ്ട്. നിക്ഷേപത്തിൽ നിന്ന് ഉയർന്ന വരുമാനം ലഭിക്കുമ്പോൾ ആ നിക്ഷേപത്തിന് അപകട സാധ്യതയും കൂടുതലാണെന്ന് നിക്ഷേപകർ ഓർത്തിരിക്കണം. അതിനാൽ ഒരു നിക്ഷേപ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് മുൻപ് അപകട സാധ്യത വിലയിരുത്തേണ്ടത് അനിവാര്യമാണ്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.